എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സദ്യ സ്പെഷ്യൽ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിതവിടെ അര കപ്പോളം ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോവാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. ചെറുപയർ പരിപ്പ് വറുക്കാതെയും തയ്യാറാക്കിയെടുക്കുക. വറുത്ത് തയ്യാറാക്കിയെടുക്കുമ്പോൾ പായസം കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ അവിടെ വറവായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പരിപ്പ് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ച് നമുക്കൊരു 2 വിസിൽ ഇത് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു 4 അണി ശർക്കര അര ഗ്ലാസ് വെള്ളമൊഴിച്ചൊന്ന് ഉരുക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒരു 2 വിസിൽ വന്നതിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ പരിപ്പൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ പരിപ്പിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു തവി വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. കുറച്ചൊക്കെ പരിപ്പിൻ്റെ തരികൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരുന്ന ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള ശർക്കരയൊക്കെ എടുക്കട്ടോ. അരക്കപ്പ് പരിപ്പിലേക്ക് 4 അണി ശർക്കര കറക്റ്റ് മധുരമാണ്. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ, അതല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഒന്ന് കുറുകി വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു അര കപ്പോളം 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. 2ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷവും വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. പരിപ്പും ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ഒക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിത് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ അവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 8-10ഓളം കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം.
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെറു ചൂടോട് കൂടി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര കുടിച്ചാലും മതി വരില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.